അപ്പോൾ ഈ വൈകുന്നേരങ്ങളൊക്കെ ഇറങ്ങി നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. തൃശ്ശൂരിൽ ക്രോസ് വോട്ടിംഗ് നടന്നു എന്ന ആരോപണം ആവർത്തിക്കുകയാണ് കെ മുരളീധരൻ. KPCC നേതൃയോഗത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൻ്റെ വിശകലനം ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ താൻ ജയിക്കും എന്ന് മുരളി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ആ ആത്മവിശ്വാസം യാഥാർത്ഥ്യമാണോ എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത്. കെ മുരളീധരന് തോൽവി ഭയമുണ്ടോ? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. KPCC നേതൃയോഗത്തിൽ കെ മുരളീധരൻ തൻ്റെ സഹപ്രവർത്തകർക്കെതിരെ ചില വിമർശനങ്ങൾ അഴിച്ചുവിട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നെങ്കിലും അത് അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്തത്. താൻ അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് മുരളീധരൻ പറയുന്നു. ഒപ്പം തന്നെ കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നും ആണ് അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിശദീകരിച്ചത്. എരുമേലിയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അൽസാഫ് എന്നാണോ പേര് പറഞ്ഞത്? അൽത്താഫിന് ഈ വാർത്തകളോട് എന്ത് പ്രതികരണം നടത്താനുണ്ട്? എന്ത് തോന്നുന്നു? ഈ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ടോ? കെ മുരളീധരൻ ആരോപിക്കുന്നത് പോലെ ഒരു പരാജയ ഭീതി കെ മുരളീധരൻ ഉണ്ട് എന്ന് സംശയിക്കേണ്ടതുണ്ടോ? ഇത്തവണ തൃശ്ശൂരിൽ കെ മുരളീധരൻ UDF ജയിക്കാൻ സാധ്യത കാണുന്നില്ല. BS സുനിൽകുമാറിനാണ് ജയസാധ്യത ഉള്ളത്. സുരേഷ് ഗോപി ഒരുപക്ഷെ കെ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പോലും തള്ളപ്പെട്ടേക്കാം. ക്രോസ് വോട്ടിംഗ് എന്ന് പറയുമ്പം കോൺഗ്രസ് വോട്ട് മറ്റൊരു പാർട്ടിക്ക് പോകണം അല്ലേ? അങ്ങനല്ലേ? അത് എന്തായാലും ഇടതുപക്ഷത്തിനായിരിക്കും അവിടെ ഭൂരിപക്ഷം ഉണ്ടാവുക. കെ മുരളീധരൻ ഒരു മുൻകൂർ ജാമ്യം എടുത്ത രീതിയിലായിരിക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. തൃശ്ശൂരിൽ അവർ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും. സിറ്റിംഗ് സീറ്റാണ് ഇപ്പൊ തൃശ്ശൂര്. TN പ്രതാപനെ മാറ്റി ഈ മുരളീധരൻ മത്സരിച്ച സീറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു മുൻകൂർ ജാമ്യം വടകര പോയി വടകരയിൽ നിന്ന് മാറ്റി തൃശ്ശൂരിലേക്ക് വന്ന് തോറ്റ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ കെ മുരളീധരൻ മുൻകൂർ ജാമ്യം എടുത്ത രീതിയിലാണ് കാണുന്നത്. പക്ഷെ കോൺഗ്രസ് ഇപ്പോഴും കാണുന്നത് കെ മുരളീധരൻ അവിടെ വിജയിക്കുമെന്നാണ്. ഒരു കാരണവശാലും അവർ 2ാം സ്ഥാനം പോലും കിട്ടുമെന്നുള്ള കാര്യം സംശയമാണ്. 2ാം സ്ഥാനം ഒരു പക്ഷേ സുരേഷ് ഗോപിക്കായിരിക്കാം ഉണ്ടാകുക. ക്രോസ് വോട്ടിംഗ് ഒന്നും നടക്കാൻ പോകുന്നില്ല. അവിടെ ഇടതുപക്ഷത്തിന് നല്ല വോട്ടുള്ള മണ്ഡലമാണ്. ഈ കോൺഗ്രസ് വോട്ട് കോൺഗ്രസ്സുകാർ കുറെ BJPക്ക് ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ ക്രോസ് വോട്ടിങ്ങിനൊന്നും സാധ്യത ഉദിക്കുന്നില്ല. ഏതായാലും വളരെ വ്യക്തമാണ് അൽത്താഫിന്റെ പ്രതികരണം. പ്രദീപ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ശ്രീ പ്രദീപ്, ഈ KPCC നേതൃയോഗത്തിന്റെ വിലയിരുത്തലുകളെ എങ്ങനെ കാണുന്നു? കേരളത്തിൽ ഒരു 16 സീറ്റിലെങ്കിലും ഷുവർ വിക്ടറി എന്ന കോൺഗ്രസ് നിലപാടിനെ എങ്ങനെയാണ് പ്രദീപ് നോക്കിക്കാണുന്നത്? നമസ്കാരം സാർ. ഞാനീ വിഷയം യെസ് കേൾക്കാം. ഞാൻ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊക്കെ കുറിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഇലക്ഷൻ ഇനിയിപ്പോ 4ാം തീയതി ജൂൺ 4ാം തീയതി വരെ വെയിറ്റ് ചെയ്ത് അതിന്റെ ഒരു റിസൾട്ട് കാണുക എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. പിന്നെ കോൺഗ്രസുകാർക്ക് 16 കിട്ടുമെന്ന് പറയാം, കമ്മ്യൂണിസ്റ്റുകാർക്ക് 20 കിട്ടുമെന്ന് പറയാം. ഇത് രണ്ടത്ര കിട്ടി കഴിഞ്ഞാലും അത് ഒന്ന് തന്നെയാണ്. ഇപ്പൊ ഞാൻ 2 ദിവസം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഈ മേയർമ്മയുടെ ചർച്ചയൊക്കെ നിർത്തിയോ? നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു മാധ്യമങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ആ ഒരു പാവം തിരുവനന്തപുരത്തുകാരൻ ആ ഡ്രൈവറിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ടല്ലോ. അത്തരം ചർച്ചകളൊന്നും ഇല്ലേ സാർ? എല്ലാ ചർച്ചകളും ഉണ്ട്. ഞങ്ങൾ മേയർക്ക് പറയാനുള്ളതും കൊടുത്തു, ഡ്രൈവർക്ക് പറയാനുള്ളതും കൊടുത്തു. ഇനി ശരി ആരുടെ പക്ഷത്ത് എന്നത് ജനങ്ങളും അതുപോലെ തീരുമാനിക്കട്ടെ. ഞങ്ങൾക്ക് എന്തിനാണ് അത് കുഴപ്പമില്ല. നിങ്ങളെ ഒരു ഞാൻ ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോന്നിട്ട് ക്ഷമിക്കണം. ഈ മാധ്യമങ്ങൾ ആ ഒരു സാധാരണക്കാരനാണ്. ആ വ്യക്തിയെ വക്രീകരിച്ച് അദ്ദേഹത്തിനെ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കി അതിൽ നിന്ന് ഓരോ ക്ലിപ്പ് എടുത്തിട്ട് ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ചവരെല്ലാരും കൂടെ അയാളായിട്ട് അല്ല, അങ്ങനെ ഞങ്ങൾക്ക് ആരെയും പൊങ്കാലയിടണമെന്ന് ഇല്ല ശ്രീ പ്രദീപ്. ഇതില് നമ്മൾ 2 പേർക്ക് പറയാനുള്ള ആരോപണവും പറയുന്നു. വളരെ ഗുരുതരമായ ഒരു വിഷയമാണല്ലോ മേയറും ഉന്നയിക്കുന്നത്. അപ്പൊ നമുക്ക് അതും കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല. അവർക്ക് പറയാനുള്ളത് അവരും പറയട്ടെ. ഒരു സാധാരണ മലയാളിക്ക് എന്താണ് അവിടെ നടന്നു എന്നുള്ളത് വിഷ്വലില് കണ്ടതാണ്. അല്ല, സാധാരണ മലയാളിക്ക് അത് മനസ്സിലായിട്ടുണ്ടാകണം ഇരിക്കാം, അത് വേറെ കാര്യം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 പേര് പറയുന്നതും അതേ പ്രാധാന്യത്തോടു കൂടി കൊടുക്കുക എന്നതാണ്. 715 രൂപയ്ക്ക് സ്വന്തം മോനെ വളർത്താൻ വേണ്ടി നടക്കുന്ന ഒരു പാവൻ ചെക്കനാണ്. അവന്റെ മേലെയാണ് ഈ അധികാരമുള്ള കുതിര കയറുന്നത്. എന്തായാലും ഒരു കാര്യം പറയാം,
തൃശ്ശൂര് ഇത് വിഷയത്തിലോട്ട് വരാം, സോറി ക്ഷമിക്കണം. തിരുവനന്തപുരത്ത് ഒരു 4000-5000 വോട്ടിനകത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ തൃശ്ശൂരും, പിന്നെ ഈ ബാക്കിയുള്ളവർ എത്രയൊക്കെ പറയുന്നുള്ളത് അറിഞ്ഞൂടാ, എത്രയോ പറഞ്ഞോട്ടെ. എന്തായാലും നമുക്ക് ഒരു 4-ാം തീയതി പറ്റുമെങ്കിൽ മീറ്റ് ചെയ്യാം. യെസ്, സന്തോഷം. 4-ാം തീയതി താങ്കളുടെ കോളിനായി ഞാനും കാത്തിരിക്കാം. ബാലകൃഷ്ണൻ വടകരയിൽ നിന്ന് ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ, വാശിയേറിയ മത്സരം നടന്നു വടകരയിൽ, ക്രോസ് വോട്ടിംഗ് നടന്നു തൃശ്ശൂരിൽ എന്നൊക്കെ മുരളീധരൻ ആരോപിക്കുമ്പോൾ അത് വടകരയെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ധാരണയുണ്ടായി എന്ന് അദ്ദേഹം ഒരുപക്ഷെ പറയുക എന്നാണ് ഞാൻ കരുതുന്നത്. 4-ാം തീയതി എന്ത് തോന്നുന്നു? ഈ വടകരയിൽ ഈ ക്രോസ് വോട്ടിംഗ് വല്ലതും നടന്നിട്ടുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. സാറിനെ കുറെ ദിവസമായി കാണാത്ത പൊതുവേദിയിൽ. ഞാൻ പൊതുവേദിയിൽ വരാത്തതിന്റെ കാരണം ഈ തെരഞ്ഞെടുപ്പ് ഭാഗമായി ഒന്ന് കണ്ണൂരും അതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് പോയി നേതാക്കളെയൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചു. തെരഞ്ഞെടുപ്പിന്റെ സ്പന്ദനമൊക്കെ നേരിട്ട് അറിയാലോ, അതിനുവേണ്ടി പോയി. പിന്നെ അങ്ങനെ അതിനുശേഷം ഒരു 2 ദിവസം അവധിയെടുത്ത് വീട്ടിലേക്കും പോയി. അത്രയേ ഉള്ളൂ. അല്ല സാർ, ഈ ക്രോസ് വോട്ടിംഗ് നടന്നെന്ന് പറഞ്ഞാൽ ആർക്കാ സാർ ക്രോസ് വോട്ടിംഗ് ചെയ്യേണ്ടത് കേരളത്തിൽ? ഏതായാലും മുരളീധരന്റെ ഒരു ആരോപണം BJP-യും CPM തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്നതാണ്. അതിലൊരർത്ഥവും ഇല്ലല്ലോ സാർ. ഇവർ 20 ആൾ ഒന്ന് തന്നെയല്ല, ആര് ചോദിച്ചാൽ ഇവര് ഒരേ മുന്നണിയുടെ ആളല്ലേ. പക്ഷെ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, എത്ര സീറ്റ് എവർക്ക് ഇതരമായിട്ട് കേരളത്തിൽ കിട്ടുമെന്ന് എവര് തന്നെ ഈ 4-ാം തീയതിയിൽ ഇടയ്ക്ക് വിളിച്ചു പറയും. ഇനിയും പല മണ്ഡലങ്ങളും ക്രോസ് വോട്ടിംഗ് ചെയ്തെന്ന് പറഞ്ഞ് ഇവർ വെളിച്ചത്ത് വരും. ബാക്കി നമുക്ക് 4-ാം തീയതി കാണാം. ഏതായാലും ഈ പത്മജ വേണുഗോപാൽ ചില കാര്യങ്ങൾ അന്ന് വെളിപ്പെടുത്തിയിരുന്നല്ലോ, ഈ മുരളീധരനെ തോൽപ്പിക്കാൻ കോൺഗ്രസ്സുകാർ തന്നെ രംഗത്തുണ്ടാകും എന്ന്. അങ്ങനെ വല്ലതും സംശയിക്കേണ്ടതുണ്ടോ? അങ്ങനെ ചില വാർത്തകൾ വന്നിരുന്നു. മുരളീധരൻ അത് ഇപ്പം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ KPCC യോഗത്തിനകത്ത് അങ്ങനെ ചില വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അല്ല, ഇത് AICC നേതൃത്വത്തിൽ തന്നെ ഇന്ന് KC വേണുഗോപാൽ സാർ പറഞ്ഞില്ലേ സാർ, പാർട്ടിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന വെച്ചു ഉറപ്പിക്കില്ലാണ്. അപ്പൊ അതേവരെ പിന്തുടർച്ചയാണ് സാർ. കോൺഗ്രസ് തകർന്നതിനുള്ള കാരണം ജനങ്ങളല്ല, ഇവരാണ്. നേതാക്കന്മാർ തമ്മിലടിച്ച് പിരിയുമ്പോൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന നിരാശയാണ് കോൺഗ്രസ് പരാജയപ്പെട്ടത്. കോൺഗ്രസ് രാജ്യത്ത് പരാജയപ്പെടാൻ പാടില്ല. കോൺഗ്രസ് വലിയ ജനാധിപത്യ ശക്തി തന്നെ, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ അവരുടെ നേതാക്കൾക്ക് ആകുന്നുണ്ടോ? അല്ല, വലിയ കക്ഷിയാണെന്ന് എനിക്ക് തോന്നുന്നു. BJP പക്ഷെ അംഗീകരിക്കുന്നില്ല കേട്ടോ. അവര് കോൺഗ്രസ് മുക്ത് ഭാരതിന് വേണ്ടിയാണ്. അത് റൈറ്റ്. പക്ഷെ കോൺഗ്രസ് ജനാധിപത്യ കക്ഷി തന്നെയാണ് ഇന്ത്യയില്. പക്ഷെ ജനാധിപത്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ സാർ? യെസ്, ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. സുരേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. ശ്രീ സുരേന്ദ്രൻ, ഈ തൃശ്ശൂരിൽ മുരളീധരൻ പറയുന്ന കാര്യങ്ങളെ ശ്രീ സുരേന്ദ്രൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, അവിടുത്തെ ഒരു വോട്ടർ എന്ന നിലയിൽ? നമസ്കാരം സാറേ. എനിക്ക് മുരളീധരന്റെ വാക്ക് കേൾക്കുമ്പോ ഓർമ്മ വരുന്നത്, വടക്കാഞ്ചേരിയിൽ നിന്ന് അദ്ദേഹം ഒരു ഓട്ടോ ഓടിയിട്ടുണ്ടായിരുന്നു, തൃശ്ശൂരിൽ നിന്ന് ഒരു ഓട്ടോ ഓടിയിട്ടുണ്ടായിരുന്നു, രാമനിലയത്ത് നിന്ന് ഓടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറയുമ്പോ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണതെന്ന് അറിയില്ല. അദ്ദേഹം 3-ാം സ്ഥാനത്ത് പോവോ, പരാജയഭീതിയാണോ അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുന്നത്? പരാജയഭീതിയാണോ? ഏതാ? തോൽക്കുമെന്ന ഭയം മുരളീധരൻ ഉണ്ടോ? മുരളീധരന് ഭയം ഉണ്ടെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ അദ്ദേഹം ക്രോസ് വോട്ട് ചെയ്തെന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ക്രോസ് വോട്ടിംഗ് നടന്നത് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഈ വടകരയിൽ കഴിഞ്ഞ പ്രാവശ്യം നിന്നപ്പോ ക്രോസ് വോട്ടിംഗ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതേമാതിരി തന്നെ ഇപ്രാവശ്യം വടകരയിൽ ക്രോസ് വോട്ടിങ്ങിന് ചാൻസ് ഉണ്ട്. കാരണം പാലക്കാടും വടകരയും തമ്മിലൊരു അഭേദ്യമായ ബന്ധമുണ്ടെന്നാണ് നമുക്ക് ഊഹിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പൊ മുരളീധരൻ അതിനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും പറയുന്നത്, വടകരയിലെ ഉദ്ദേശിച്ചായിരിക്കും ക്രോസ് വോട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞത്. തൃശ്ശൂർ അങ്ങനെ വരാൻ വഴിയില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പൊ സുനിൽകുമാറിന് ലീഡ് കിട്ടാത്ത 2 സ്ഥലങ്ങളിൽ, ഒന്ന് തൃശ്ശൂരും കരുവന്നൂർ മേഖല എന്ന് പറഞ്ഞ ഇരിങ്ങാലക്കുട 2 മണ്ഡലങ്ങളിലും ചിലപ്പോൾ അദ്ദേഹം അധികം പുറകോട്ട് പോയില്ല. ലീഡ് കിട്ടാത്ത സ്ഥലങ്ങൾ, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ലീഡ് കിട്ടുന്നതാണ് കരുതുന്നത്. എങ്ങനെയാണ് റിസൾട്ട് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ മുരളീധരൻ പറഞ്ഞാണ് 50,000 വോട്ടിന് ജയിക്കുന്നതാണ് പറയണത്. ഇവരൊക്കെ ഓരോ പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. നമുക്ക് എന്തായാലും 4-ാം തീയതി വരെ 4-ാം തീയതി നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. ജയ എന്നൊരു പ്രേക്ഷക നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ജയ എവിടുന്നാണ് വിളിക്കുന്നത്? ശ്രീമതി ജയ കേൾക്കാമോ? കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. യെസ്. എന്ത് തോന്നുന്നു ശ്രീമതി ജയ? ഈ കോൺഗ്രസിന്റെ ഇന്നത്തെ യോഗം ചേർന്നിരിക്കുന്നു, വലിയ പ്രതീക്ഷയാണ് അവർ പുറത്തേക്ക് പങ്കുവെക്കുന്നത്. ആ ആത്മവിശ്വാസം ഉള്ളിലേക്ക് ഉണ്ടാകേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും 20-20 തന്നെ കോൺഗ്രസിന് കിട്ടും. മുരളീധരൻ തീർച്ചയായിട്ടും ഒരു 5,000 to 10,000 ജയിച്ചിരിക്കും. അതിനി ആരും പ്രതീക്ഷിക്കണ്ട. അല്ലെ തന്നെ ജൂൺ 4 വരെ വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. ഇത്രയും കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. മുരളീധരൻ തന്നെയാണ് തൃശ്ശൂർ ജയിക്കാൻ പോകുന്നത്. പിന്നെ 20-20 സീറ്റും കോൺഗ്രസിന് തന്നെയാണ്. ശ്രീമതി ജയ ഈ പ്രചരണ രംഗത്തൊക്കെ ഉണ്ടായിരുന്നോ?
ഇല്ല, ഞാൻ പുറത്തായിരുന്നു സാർ. ഞാനിപ്പോ നാട്ടിൽ വന്നേ ഉള്ളൂ. ശരി. ഏതായാലും ഇത് വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു എന്നതിൽ സന്തോഷം. കാരണം തീർച്ചയായിട്ടും ഞാൻ ന്യൂസുകൾ കേൾക്കാറുണ്ട് സാർ, ന്യൂസ് കേൾക്കാറുണ്ട്. ഞാൻ അതിനെതിരെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പ്രതികരിക്കാറുമുണ്ട്. യെസ്, അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ അവർ വളരെയധികം ശ്രദ്ധാലുക്കളാകുന്നു എന്നത് തന്നെ. വളരെ സന്തോഷം ശ്രീമതി ജയ കൊല്ലത്ത് വിളിക്കുക അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. പ്രസാദ് ചേരുന്നത് ചെങ്ങന്നൂരിൽ നിന്നാണ്. ശ്രീ പ്രസാദിന് എന്ത് തോന്നുന്നു? എന്ത് സംഭവിക്കുമെന്നാണ് പ്രസാദ് കരുതുന്നത്? തൃശ്ശൂരും വടകരയുമൊക്കെ അത്ഭുതങ്ങളോ അട്ടിമറികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. ഞാൻ സ്ഥലം ചെങ്ങന്നൂരാണെങ്കിലും എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ തൃശ്ശൂരുണ്ട്. അത് ശരി. സുഹൃത്തുക്കളൊക്കെ എന്താ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്? ഞങ്ങൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടായ ബന്ധമാണ്. വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും വിളിച്ച് അന്വേഷിക്കുന്ന സമയത്ത് നാളിതുവരെ ഉണ്ടാകാത്ത ഒരു പിന്തുണയാണ് BJPക്കും പ്രത്യേകിച്ച് സുരേഷ് ഗോപിക്കും തൃശ്ശൂരിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. അത് ശരി. അപ്പൊ അതിന്റെ ആ പ്രവർത്തന ശൈലി തന്നെ അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് തൃശ്ശൂരിൽ BJPക്കാർ നടത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. തന്നെയുമല്ല, ഓരോ രാഷ്ട്രീയ പാർട്ടി ഇലക്ഷൻ കഴിയുന്ന സമയത്ത് അവരുടെ ബൂത്ത് തലത്തിലുള്ള വോട്ടിന്റെ നിലപാട് എങ്ങനെയായിരുന്നു, എത്ര വോട്ട് പ്രതീക്ഷിക്കാമെന്ന് അവർ സർവേ എടുക്കാറുണ്ട്. അപ്പൊ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവേ എന്ന് പറയുന്നത്. നമ്മളിപ്പോ മാധ്യമങ്ങൾ നടത്തുന്ന 100 പേരിൽ ഒരാളോട് ചോദിക്കുന്ന രീതിയിലായിരിക്കില്ല. അല്ല, അദ്ദേഹം പറയുന്നത് 2 മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് പുറകോട്ട് പോകാം, പക്ഷെ മറ്റ് 5ഇടത്തും താൻ ശക്തമായ ലീഡ് നേടും എന്നതാണ്. ഇപ്പോൾ ഗുരുവായൂർ നാട്ടിക്കും വോട്ട് മറിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആർക്ക് അനുകൂലമായി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്? BJPക്ക് അനുകൂലമായാണോ? BJPക്കോ സുനിൽകുമാറിനോ സുരേഷ് ഗോപിക്കോ സുനിൽകുമാറിനോ മുരളീധരനോ എന്നുള്ളതല്ല വിഷയം. മുരളീധരന്റെ ഭയമാണ്. അദ്ദേഹം തോക്കും എന്നുള്ളതിന്റെ 100% അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞു. ഏതൊരു രാഷ്ട്രീയക്കാരനും എങ്ങനെ തോൽക്കുമെന്ന് ആരും പറയത്തില്ല. പക്ഷെ അദ്ദേഹം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അനുസരിച്ച് നോക്കുവാണെങ്കിൽ അദ്ദേഹം തോക്കും. അത് 100%. പിന്നെ ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്നത് തിരുവനന്തപുരത്ത് 100% കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതാണ് ക്രോസ് വോട്ടിംഗ്. അസംബ്ലി ഇലക്ഷനും മറ്റ് ഇലക്ഷനും ഒക്കെ വരുന്ന സമയത്ത് ശക്തമായ വോട്ട് പിടിക്കുന്ന ഒരു കക്ഷിയാണ് CPM. പക്ഷെ പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ അവർ 3ാം സ്ഥാനത്തേക്ക് പോകുന്നതിന്റെ പ്രധാന കാരണം അവരുടെ വോട്ട് കോൺഗ്രസിന് ക്രോസ് വോട്ടിംഗ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. തൃശ്ശൂരിൽ നിന്ന് ഒരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, സുധീഷ്. സുധീഷ് തൃശ്ശൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? സുധീഷ് കേൾക്കാമോ? സുധീഷിലേക്ക് മടങ്ങി വരാം. സുരേഷ് എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ സുരേഷ്, ഈ KPCCയുടെ ഒരു തെരഞ്ഞെടുപ്പ് അവലോകനത്തെ അത് സംബന്ധിച്ചുള്ള അവരുടെ പ്രഖ്യാപനങ്ങളെയൊക്കെ ശ്രീ സുരേഷ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? 2020 എന്നൊക്കെ അവകാശപ്പെടാൻ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ കഴിയുമെന്നാണോ കരുതേണ്ടത്? അവരുടെ സംഭാഷണമല്ല കാണുന്നത്. എനിക്ക് തോന്നുന്നത് സുരേഷിന്റെ ശബ്ദത്തിൽ എന്തോ തടസ്സം നേരിടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രവിചന്ദ്രൻ പിള്ള എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രവിചന്ദ്രൻ പിള്ള, താങ്കൾ എങ്ങനെ കണക്കാക്കുന്നു? ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പിന് താൻ ഉണ്ടാകില്ല എന്നൊക്കെയാണ് മുരളീധരൻ പറയുന്നത്. ജയിക്കും, 5 വർഷത്തേക്ക് താൻ MP ആയി തന്നെ തുടരും എന്നൊക്കെ. ഇത് മുരളീധരൻ്റെ ഒരു ആത്മവിശ്വാസമായി ശ്രീ രവിചന്ദ്രൻ പിള്ള കണക്കാക്കുന്നുണ്ടോ? നമസ്കാരം. TK രവിചന്ദ്രൻ പിള്ള, അഞ്ചാലുമൂട്. യെസ്. സാർ ഇവിടെ ഇല്ലായിരുന്നോ? 2 ദിവസം, കഴിഞ്ഞ 2 ദിവസം പൊതുവേദി ഇല്ലായിരുന്നല്ലോ? അല്ല, ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പലയിടങ്ങളിലേക്കും പോയി. ഇപ്പോൾ ഗ്രൗണ്ട് ലെവലിലുള്ള ചില വിവരങ്ങളൊക്കെ അറിയണമല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി. അങ്ങനെ കണ്ണൂരും ആ പരിസര പ്രദേശങ്ങളിലുമൊക്കെ കറങ്ങേണ്ടി വന്നു. അതിനുശേഷം ചെറിയൊരു 2 ദിവസം അവധിയെടുത്തു, പിന്നെ മടങ്ങിയെത്തി. അതാണ്. ഏതായാലും ഞാനില്ല എന്നത് ശ്രദ്ധിക്കുകയും അത് പറയുകയും ചെയ്തതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. താങ്കൾ എന്നെ എനിക്കും പൊതുവെ ഇതിൽ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. കാരണം ആദ്യമേ ഞാൻ ഈ വിഷയം തുടങ്ങുന്നതിന് മുമ്പ് പറയുവാണ്, 3 ദിവസം കൊണ്ട് കോൺഗ്രസിന്റെ ചർച്ചയാണ് ഇവിടെ പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ഒന്ന്, കഴിഞ്ഞ 2 ചർച്ച രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിന് നിൽക്കുവോ നിൽക്കത്തില്ലയോ. രാഹുൽ ഗാന്ധി ആ പാർട്ടിയുടെ ഇത് വെച്ചുകൊണ്ട് പിന്നെ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തപ്പം അത് വയനാട് ഉപേക്ഷിക്കുന്നത് ശരിയാണോ ഇല്ലയോ എന്ന്. ഈ ഇന്ന് മുരളീധരന്റെ ചർച്ച, ഈ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട അനേകം വിഷയങ്ങൾ കിടക്കുന്നു. കാരണം പറയാം, ഒരു പാവപ്പെട്ടവന്റെ തൊഴിൽ കളഞ്ഞു, അധികാര ദുർവിനിയോഗം ചെയ്ത് ഒരു MLA യും ഒരു മേയറും
ആ കാര്യം ഇത്രയും ദിവസമായിട്ട് പൊതുവേദി ചർച്ച ചെയ്യാത്ത എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. പൊതുവേദിയല്ല, അത് നമ്മൾ പ്രൈം ഡിബേറ്റ് തന്നെയാണ് ആ വിഷയം ചർച്ച ചെയ്തത്. എല്ലാ വാർത്തയും കൊടുത്തിട്ടും ഉണ്ട്. അതിൽ രണ്ടുപേർക്കും പറയാനുള്ളത് പൊതുജനങ്ങളെ ഇത് അവര് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ഇത് കണക്ക് പൊതുജനത്തിന്റെ ഒരു ചർച്ച വേണ്ടായോ? അത് നമുക്ക് വെക്കാം. ഒരു ദിവസം നമുക്ക് ആ വിഷയവും ഒന്ന് പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അന്വേഷിക്കാം. പിന്നെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നത് മത്സരിക്കുന്നില്ല എന്നതൊക്കെ ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമല്ലേ? രാജ്യം ഒരു വലിയ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവാണ്. കോൺഗ്രസിന്റെ നെഹ്റു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവാണ്. അത് രാഷ്ട്രീയപരമായിട്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതിന് വ്യക്തമായ തീരുമാനം എടുക്കും. അത് ഇവിടുത്തെ ശോക്കട കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാർ വിചാരിച്ചാലോ അല്ലെ BJPയോ വിചാരിച്ചാൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യം നമുക്ക് ഈ വിഷയത്തിലോട്ട് വരാം. ഈ കേരളത്തിൽ 20 സീറ്റും കോൺഗ്രസ് ഷുവറായിട്ട് ജയിക്കും. പ്രത്യേകിച്ച് പിന്നെ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ കെ മുരളീധരൻ ഉന്നയിച്ചതെന്ന് പറയുന്നത് CPMകാര് BJPക്ക് വോട്ട് ചെയ്ത് കൊടുക്കാൻ 100% സാധ്യത ഉണ്ടെന്ന. കാരണം പറയാം, അത് നമ്മൾ പകല് പോലെ സത്യമാണ്. EP ജയരാജന്റെ ഒരു ഡീലിങ് അത് കേരളത്തിൽ ഇവിടെ ചർച്ച നടന്ന കേസാണ്. അതാണ്. പക്ഷെ എത്ര CPM അത് അവരുദ്ദേശിക്കുന്ന CPMമാർ ഇത്രയും പേര് വോട്ട് ചെയ്ത് പറഞ്ഞാലും CPMമാരെ എല്ലാവരും വോട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. പക്ഷെ കോൺഗ്രസ് അവിടെ 100% ജയിക്കും. കെ മുരളീധരൻ അവിടെ MP ആവും. അതേ കണക്ക് തന്നെ കേരളത്തിൽ 20 സീറ്റും UDF ജയിക്കും. അതിന് യാതൊരു മാറ്റവും ഇല്ല. 100% സത്യമാണ്. അതിന് താങ്കൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ കൊല്ലത്തുണ്ടായിരുന്നു. എന്റെ മണ്ഡലം MK പ്രേമേന്ദ്രന്റെ മണ്ഡലമാണ്. കൊല്ലം പാർലമെന്റ്. ഞാൻ കൊല്ലം മണ്ഡലത്തിൽ വരുന്ന ഒരു വോട്ടറാണ്. കാരണം അവിടെ ഈ പ്രചരണ രംഗത്തൊക്കെ ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു ജനങ്ങളുടെ ഒരു പ്രതികരണം? പ്രേമേന്ദ്രന് അനുകൂലമാണോ? ഇവിടെ പ്രേമേന്ദ്രന് ഓപ്പോസിറ്റ് നിൽക്കുന്ന പിന്നെ മുകേഷ് എന്ന് പറയുന്ന MLA എന്റെ മണ്ഡലത്തിലെ MLA ഒരു ജനത്തിന് ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. കാര്യം ആദ്യമേ അയാൾ ജയിച്ചത് സിനിമാ നടൻ എന്നുള്ളൊരു പരിഗണന വെച്ച് പെണ്ണുങ്ങൾ വോട്ട് ചെയ്ത. രണ്ടാമത് ജയിച്ചതെന്ന് പറഞ്ഞാൽ 2000 വോട്ടിന് താഴെ വെച്ച് അയാൾ ജയിച്ചത്. ഒരു മണ്ഡലത്തിൽ ഒരു വികസനവും ചെയ്യാത്ത ഒരു MLA ആണ് കേരളത്തിലെ ഈ കൊല്ലം മണ്ഡലത്തിൽ. പുള്ളി ചെയ്ത്. പക്ഷേ അദ്ദേഹം രണ്ടാമത് ജയിക്കുമ്പോ പിന്നെ നമുക്ക് അദ്ദേഹത്തെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അദ്ദേഹം ജയിക്കില്ലേ? രണ്ടാമത് ജയിച്ചെന്ന് ചോദിച്ചു മണ്ഡലത്തിലെ ആളുകൾ അദ്ദേഹത്തെ രണ്ടാമതും ജയിപ്പിച്ചില്ലേ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികള് എല്ലാ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ അന്ന് രണ്ടാമത് നിന്നത്. പക്ഷെ അവര് കോൺഗ്രസ്സുകാരോട് നിശ്ചയിക്കണ്ടേ അവര് ജയിക്കണമെന്ന്? കോൺഗ്രസ്സുകാര് നിശ്ചയിക്കണ്ടായോ? കോൺഗ്രസ് എന്റെ പാർട്ടിക്കാരാ, എന്റെ അതാ. പക്ഷെ അതില് ചില അടിപ്പണിയെല്ലാം പണിഞ്ഞ് കാണുമായിരിക്കും. പക്ഷെ ഇതേ കണക്ക് കൊല്ലത്ത് പാർലമെന്റ് ഇലക്ഷനിൽ നല്ലൊരു സ്ഥാനാർത്ഥി CPMന് ഇല്ല. അവര് ഈ ശൈലജ ടീച്ചറുടെ പേര് ഇപ്പൊ വടകരയിൽ നിന്ന് മത്സരിക്കുന്ന അവരെ പേര് പറഞ്ഞ്. പിന്നെ നമ്മളെ DYFIയുടെ ഇവിടെ നിന്ന് മത്സരിച്ച ഇപ്പൊ തോറ്റത് കേവാവിന്റെ കൂടെ സ്വരാജിന്റെ പേര് പറഞ്ഞു. അങ്ങനെ അനേകം പേര് അവരിവിടെ പറഞ്ഞു. ഇവിടെ പ്രേമേന്ദ്രന്റെ കൂടെ മത്സരിക്കാൻ ആളില്ല. മുകേഷ് എന്ന് പറയുന്ന ആദ്യമേ തന്നെ ഇവിടെ വന്നതെന്ന് പറയുന്നത് PK ഗുരുദാസൻ എന്ന് പറഞ്ഞൊരു MLA CPMന്റെ നല്ല സുന്ദരമായ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടിക്ക് എന്ന് പറഞ്ഞാൽ നല്ല പൊതുജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു MLA ആയിരുന്നു. അയാളെ ഒതുക്കാൻ വേണ്ടിയാണ് ഈ കക്ഷിക്ക് സീറ്റ് കൊടുത്തത്. ഏതായാലും ഈ സമയം അതിക്രമിക്കുന്നത് കൊണ്ടാണ് താങ്കൾ രാഷ്ട്രീയ നിരീക്ഷണം വളരെ കൃത്യമായി നടത്തുന്നു എന്നത് താങ്കളുടെ വാക്കുകളിൽ നിന്ന് കുറേയൊക്കെ വ്യക്തമാകുന്നു. ഏതായാലും വളരെ നന്ദി ശ്രീ രവിചന്ദ്രൻ പിള്ള. എനിക്കൊരു ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. പൊൻകതിർ പുട്ട് സോഫ്റ്റ് കൂടിയുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് എങ്ങനെയൊക്കെയാണ് നിയന്ത്രണങ്ങൾ? കഴിഞ്ഞ ദിവസം തന്നെ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. നമ്മളിപ്പോൾ വലിയ തുറയിലാണുള്ളത്. കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനത്തിന് പോയ വള്ളങ്ങളിൽ ഭൂരിഭാഗവും കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ കള്ളക്കടൽ പ്രതിഭാസമുണ്ടാകും എന്ന ആ ഒരു മുന്നറിയിപ്പിനെ തുടർന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ഈ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ വള്ളങ്ങൾ കരയിലേക്ക് എത്തിക്കുന്ന ശ്രമങ്ങളുണ്ടായത്. അവരുടെ വള്ളങ്ങളും വലയും ഉൾപ്പെടെ ഉപകരണങ്ങൾ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഏതാണ്ട് 1.5 മീറ്റർ ഉയരത്തിൽ വരെ കടൽത്തിര ഉയരാം എന്നതാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. കഴിഞ്ഞ തവണ ഇങ്ങനെ ഈ പ്രതിഭാസമുണ്ടായപ്പോൾ
പൊതുവേദി തുടരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ ജയകുമാർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്തു തോന്നുന്നു? ഈ കെ മുരളീധരൻ ഈ ക്രോസ് വോട്ടിംഗ് നടന്നു എന്നൊക്കെ ആരോപണങ്ങൾ വീണ്ടും ആവർത്തിക്കുമ്പോൾ അതൊക്കെ എന്തിൻ്റെ സൂചനയാണെന്നാണ് ശ്രീ ജയകുമാർ കണക്കാക്കുന്നത്? നമസ്കാരം. നമസ്കാരം. ഒത്തിരി ദിവസമായി കണ്ടിട്ട്. ഞാൻ കുറച്ച് ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഒന്ന് പുറത്തേക്കൊക്കെ പോകേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായി പൊതുവേദി ചെയ്യാൻ കഴിഞ്ഞില്ല. ഏതായാലും എൻ്റെ ആ അസാന്നിധ്യം ശ്രദ്ധിച്ചതിൽ സന്തോഷം. അല്ലാതെ വേറൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് സാറേ. നേരത്തെ മുമ്പ് ഒരു ഇത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നില്ലേ, സ്ഥിരം അവതരിപ്പിച്ചുകൊണ്ടിരുന്നല്ലേ, ബാംഗ്ലൂരൊക്കെ പോയി റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയ ഒരു പൊക്കക്കുറഞ്ഞ അദ്ദേഹത്തിനെ കാണാനേ ഇല്ല. ഒരുപാട് കാലമായില്ല കണ്ടിട്ട്. പോയാ രാജിവെച്ചാറ്റ പോയാ? ഇല്ല, രഞ്ജിത്ത് രാമചന്ദ്രനാണെങ്കിൽ അദ്ദേഹം മറ്റ് കാര്യങ്ങളൊക്കെ ഒത്തിരി കാലമായി. ആദ്യം കംപ്ലീറ്റ് പുള്ളിയാണ് ഇത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്, സ്ഥിരം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന പുള്ളിയാണ്. ബാംഗ്ലൂർ എന്തോ മറ്റേ DK ശിവകുമാറിന്റെ വീട്ടിലൊക്കെ പോയി റിപ്പോർട്ട് എടുത്തൊക്കെ കാണിച്ചായിരുന്നു. ഒരുപാട് സാറേ. നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നാണോ, എന്നെ മാറ്റണമെന്നാണോ താങ്കളുടെ അഭിപ്രായം? അല്ലല്ല, ഇവരൊക്കെ നല്ല സ്ഥിരമായിട്ട് നല്ല ഒരു അവതാരകരായിരുന്നു. സാറിനെ പോലെ തന്നെ ഒരു അവതാരകരായിരുന്നു. അവരൊക്കെ കാണാതിരിക്കുമ്പോൾ ഓർമ്മ, ഒരു 10 കൊല്ലം മുമ്പൊക്കെ പുള്ളിയാണ് ഇത് സ്ഥിരം അവതരിപ്പിച്ചോണ്ടിരുന്നത്. അല്ല, ഞാൻ വിചാരിച്ചത് എന്നെ മാറ്റി. ഒരിക്കലും ഇല്ല. ഇതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആളില്ല. ഇപ്പൊ സാറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പകരം ഇല്ല ഇപ്പൊ ഇതിനകത്ത്. ഏതായാലും അത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു പ്രതികരണമായി പോയി. അല്ലല്ല, എങ്ങനെയെന്ന് വെച്ചാൽ ഈ മാന്യമായിട്ടുള്ള ഒരു സംഭാഷണം, ഇത് ഒരു ബഹുമാനമായിട്ടുള്ള സംസാരം, ഇതൊക്കെ തീർത്തും ഒരു ഇതില്ലാത്ത, ഒരു എതിരില്ലാത്തത്. ആരെങ്കിലും എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ പോലും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോക്ക്, പിന്നെ എന്തെങ്കിലും വൃത്തിയോട് വിളിച്ച് പറഞ്ഞാൽ പോലും സാറ് മയമാറ്റ് പോക്ക്, ഇതൊക്കെ നമ്മൾ ഒരു കുറെ കാലം കൊണ്ട് കണ്ടിരിക്കണോണ്ട് പറഞ്ഞാണ്. പോട്ടെ സാറേ, വിഷയത്തിലേക്ക് ഇടാം. ഈ കോൺഗ്രസിന്റെ ചർച്ച ഇന്നെങ്കിലും തീരുമെന്ന് എനിക്ക് തോന്നണേ. നമ്മളെ മേയറുടെ ഈ പ്രശ്നം ഒരു ദിവസമെങ്കിലും ചർച്ച ചെയ്യേണ്ടത് വലിയ അത്യാവശ്യമായിരുന്നു സാറേ. ഒന്ന്. രണ്ടാമത്, ഈ മുരളീധരന് ഇലക്ഷന്റെ തലേദിവസം വരെ മുരളീധരനോ കോൺഗ്രസ് പാർട്ടിക്കോ ഒരു ഭയപ്പാടില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു ഭയപ്പാടുണ്ട്. ജയരാജന്റെ വെളിപ്പെടുത്തലോടുകൂടി എന്തായാലും കുറെ വോട്ട് അവിടെ മറിക്കും. സുരേഷ് ഗോപിക്ക് ഒരു മറിക്കുമ്പോൾ തന്നെ നല്ലവരായ കുറെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഒരു ആനുകൂല്യം പറ്റാതെ പാർട്ടിക്ക് വേണ്ടി സേവിച്ച് ചത്ത് ഭരിക്കുന്ന കുറെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഇവര് ബാക്കിലേക്ക് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇവർ അതിന് പകരം കോൺഗ്രസിന് ചിലപ്പം വോട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പേടിയുടെ ഒരു ആവശ്യമില്ല. ഏറെക്കുറെ ഭൂരിപക്ഷം കുറഞ്ഞാലും ജയിക്കാം എന്നാണ് ഈ പ്രതീക്ഷ. ഈ ജയരാജന്റെ വെളിപ്പെടുത്തലോടുകൂടി കുറച്ചങ്ങോട്ട് പറയും. കാരണം ഞാനിവിടെ ഒരുപാട് വർക്ക് ചെയ്താണ്. ഓരോരുത്തരും ചെല്ലുമ്പോഴത്തേക്ക് അവര് തന്നെ പറയുന്നുണ്ട് ഇവിടെ വർക്ക് ചെയ്യാൻ ആളില്ലായിരുന്നു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 2 പാർട്ടിക്കും തീരദേശത്ത് മാത്രം ഈ ഇദ്ദേഹത്തിന് കുറെ BJPയിലെ അദ്ദേഹത്തിന് കുറെ ആൾക്കാർ ഇറങ്ങി, അതല്ലാതെ സിറ്റിക്കകത്ത് വലിയ കാര്യമായിട്ടൊന്നും ഓരോരുത്തരും പ്രചരണം, ഏറ്റവും കൂടുതൽ പ്രചരണം ഇവിടെ നടത്തിയത് ഇപ്പൊ കോൺഗ്രസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എല്ലാ ദിവസവും ആദ്യം മുതൽ അവസാനം വരെ ഈ പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വലിയ ഇതില്ലാതെ എല്ലാ സ്ഥലത്തും ഈ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ, നല്ലവരായ കുറെ പാർട്ടിക്കാര്, ഇതിന് എതിരായിട്ടുള്ള ഒരാനുകൂല്യം പറ്റാത്ത കുറെ പാർട്ടിക്കാര് ചിലപ്പോൾ കോൺഗ്രസിൽ തിരിച്ചു ചെയ്യും. അങ്ങനെ പല പ്രാവശ്യവും പ്രതീക്ഷയുണ്ട്. അതായത് ഈ സമയപരിമിതി കൊണ്ടാണ്. വളരെ നന്ദി ശ്രീ ജയകുമാർ വിളിക്കുക അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. കൊല്ലത്ത് നിന്ന് നമുക്കൊരു പ്രേക്ഷകൻ ഉണ്ട്, ശ്രീ ജയൻ. ശ്രീ ജയൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്ത് വിലയിരുത്തൽ ശ്രീ ജയൻ നടത്തുന്നു ഈ കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രതികരണങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ? മുരളീധരൻ അവിടെ ജയിക്കില്ല. സുരേഷ് ഗോപി ജയിക്കത്തുള്ളൂ. അത് ശരി, തികഞ്ഞ ആത്മപ്രതീക്ഷയും. അത് കാരണം 2019 ഇലക്ഷന് തന്നെ ജയിക്കേണ്ടതാ. അപ്പോഴാണ് സത്യത്തിൽ ക്രോസ് ഔട്ട് കടന്നത്. യെസ്, ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എനിക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. എറണാകുളത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിൽജു എന്നാണോ പേര് പറഞ്ഞത്? അതെ. ശ്രീ വിൽജുവിന് എന്ത് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം? ശ്രീ വിൽജു എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ചില അടിയൊഴുക്കുകളോ അന്തർധാരകളോ എന്തെങ്കിലും ഉണ്ട് എന്ന് വിൽജു സംശയിക്കുന്നുണ്ടോ? കേരള രാഷ്ട്രീയം നോക്കിക്കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് UDF മേൽക്കൈ ഉണ്ട്. 20-20 കിട്ടും എന്നുള്ളതാണ്. അതിനകത്ത് തൃശ്ശൂർ ഇപ്പൊ പറയുകയാണെങ്കിൽ നേരത്തെ പ്രതീക്ഷിച്ച പോലെ അല്ല എങ്കിൽ കൂടിയും നല്ലൊരു ഭൂരിപക്ഷത്തിൽ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വിൽജു സമയപരിമിതി കൊണ്ടാണ്. റഷീദ് എന്നൊരു പ്രേക്ഷകൻ കൊയിലാണ്ടിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റഷീദ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്ത് തോന്നുന്നു? ഈ കൊടുക്കൽ വാങ്ങൽ എന്തെങ്കിലും വോട്ടുകൾ ഈ വടകരയിലും തൃശ്ശൂരിലുമൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടതുണ്ടോ?
ഞാൻ അല്പം മുൻപ് നമ്മുടെ കെ മുരളീധരന്റെ പത്രസമ്മേളനം കണ്ടിരുന്നു ചാനലുമായിട്ടുള്ള. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു ടോക്ക് അവിടെ വന്നിട്ടില്ല എന്നാണ്. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നാണ് ചോദിച്ചത്. അല്ല, അത് ഞങ്ങൾക്കെതിരെയല്ല കേട്ടോ, അത് അതിനെതിരെ ആഞ്ഞടിച്ചു എന്നൊക്കെ പറഞ്ഞ ചില വാർത്തകൾ വന്നിരുന്നു. ഇല്ല, അങ്ങനെ അത് കള്ളവാന്നാ മൂപ്പര് പറഞ്ഞത്. അതെ അതെ, ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം കോൺഗ്രസും സഖ്യകക്ഷികളും ഒറ്റക്കെട്ടായി വളരെ നല്ല പ്രവർത്തനങ്ങളാണ് തൃശ്ശൂരിൽ നടത്തിയിട്ടുള്ളത്. 50,000 വോട്ടിന് അദ്ദേഹം ജയിക്കുന്ന അദ്ദേഹം പറഞ്ഞത്. 50,000-ലേറെ വോട്ടിന് ഞാൻ ഇവിടെ ജയിക്കും എന്ന് അസംഖ്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മൊത്തം UDF-ന്റെ ഒരു നമ്മൾ പറയുകയാണെങ്കിൽ 20-20 UDF നേടുന്ന രൂപത്തിലാണ് കേരളം. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണല്ലേ? തികഞ്ഞ ആത്മവിശ്വാസം ഉള്ളതെന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം വല്ലാതെ, വിലക്കയറ്റവും തൊഴിലില്ലായ്മയും വല്ലാതെ, അഴിമതിയും ഒക്കെ വല്ലാതെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ആത്മവിശ്വാസമുണ്ട്. UDF-ന്റെ നേതാക്കൾക്കും പ്രവർത്തകന്മാർക്കും 20-20 കേരളത്തിൽ നേടുമെന്നാണ്. വളരെ വ്യക്തമാണ് ശ്രീ റഷീദ്. സമയം അതിക്രമിച്ചതുകൊണ്ടാണ്. ഏതായാലും മുരളീധരന്റെ ഈ പ്രതികരണങ്ങൾ എന്തിന്റെ സൂചനയാണ് എന്ന് ഞങ്ങൾ യൂട്യൂബിലും ചർച്ച ചെയ്തിരുന്നു. ഇത് പരാജയ ഭീതിയാണോ എന്ന ചോദ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. 67% ആളുകളും അദ്ദേഹം പരാജയം ഭയപ്പെടുന്നു എന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന്. 30% ആളുകൾ അങ്ങനെ ഭയക്കേണ്ടതില്ല, അദ്ദേഹം തികഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് വ്യക്തമാക്കുന്നു. 3% ആളുകൾ പ്രതികരിക്കാൻ ഇല്ല, നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.